ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 10 ചോദ്യവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുബന്ധ വിവരങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു അധ്യായത്തിൽ നമ്മൾ നോക്കുന്നത് കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച് നോക്കുന്നുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ, കുമാരനാശാൻ, ബാലസാഹിത്യം, ശൈലികൾ, വചനം, ചിഹ്നം, പിന്നെ ബോധനശാസ്ത്രം, ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ജനകീയ കവി എന്ന വിശേഷണത്തിന് കുഞ്ചൻ നമ്പ്യാർ കവിതകളുടെ ഏത് സവിശേഷതയായിരിക്കും കാരണമായി തീർന്നത്? പുരാണ കഥകളും സംഭവങ്ങളും ഹാസ്യാത്മകമായി അവതരിപ്പിച്ചു. ജനസാമാന്യത്തിന് പരിചിതമായ അന്തരീക്ഷത്തെ പുരാണ കഥകളുമായി കൂട്ടിയിണക്കി അവതരിപ്പിച്ചു. ഭക്തിയിൽ ചാലിച്ച കവിത നിർമ്മിച്ചു. തുള്ളൽ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. എന്താണ് ഉത്തരം വരുന്നത്? ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കേ. അറിയോ ഉത്തരം? ഉത്തരം നോക്കാം അല്ലേ. എന്താണ്? ജനസാമാന്യത്തിന് പരിചിതമായ അന്തരീക്ഷത്തെ പുരാണ കഥകളുമായി കൂട്ടിയിണക്കി അവതരിപ്പിച്ചു. അതാണ് ഉത്തരം വരുന്നത്. കുഞ്ചൻ നമ്പ്യാരുമായി ബന്ധപ്പെട്ട് കുറച്ച് വിവരങ്ങൾ നോക്കാം. 18-ാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ. ഏതാണ് നൂറ്റാണ്ട്? 18-ാം നൂറ്റാണ്ടിൽ. പ്രതിഭാസമ്പന്നനായ കവി എന്നതിനു പുറമെ തുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന നിലയും പ്രസിദ്ധനായ നമ്പ്യാരുടെ കൃതികളിൽ മിക്കവായും തുള്ളൽ അവതരണത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുതപ്പെട്ടവയാണ്. എന്നാൽ എന്താണ്? നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മുഖമുദ്ര. എന്താണ്? നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനം. പഞ്ചതന്ത്രം കിളിപ്പാട്ട്, ശ്രീകൃഷ്ണ ചരിത്രം, മണിപ്രവാളം, രുക്മിണി സ്വയംവരം, പത്തുവൃത്തം. എന്താണ്? രുക്മിണി സ്വയംവരം, പത്തുവൃത്തം, ശീലാവതി 4 വൃത്തം, ശിവപുരാണം, നളചരിതം, കിളിപ്പാട്ട്. ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളെന്ന് പറയുന്നത്? പഞ്ചതന്ത്രം കിളിപ്പാട്ട്, ശ്രീകൃഷ്ണ ചരിതം, മണിപ്രവാളം, രുക്മിണി സ്വയംവരം. എന്താണ്? മണിപ്രവാളം, രുക്മിണി സ്വയംവരം, 10 വൃത്തം, ശീലാവതി 4 വൃത്തം, ശിവപുരാണം, നളചരിതം, കിളിപ്പാട്ട്. ഇതൊക്കെയാണ് പ്രധാന കൃതികളായിട്ട് വരുന്നത്. ഇനി സ്യമന്തകം, കിരാതം, വഞ്ചിപ്പാട്ട്, രുക്മിണി സ്വയംവരം, സീതാ സ്വയംവരം, കല്യാണ സൗഗന്ധികം. ഇതെന്താണ്? അദ്ദേഹത്തിൻ്റെ പ്രധാന തുള്ളൽ കൃതികളാണ്. സ്യമന്തകം, കിരാതം, വഞ്ചിപ്പാട്ട്, രുക്മിണി സ്വയംവരം, സീതാ സ്വയംവരം, കല്യാണ സൗഗന്ധികം. അതെന്താണ്? തുള്ളൽ കൃതികളാണ്. കുഞ്ചൻ സാംസ്കാരിക സ്മാരകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അമ്പലപ്പുഴയിലെ, എവിടെയാണ്? അമ്പലപ്പുഴയിലെ കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം സ്ഥാപിതമായത് 1967 എന്നാണ്? 1967. തുള്ളലിൻ്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക, തുള്ളലുകൾ അവതരിപ്പിക്കുക, നമ്പ്യാർ കവിതകൾ പ്രചരിപ്പിക്കുക, കുഞ്ചൻ നമ്പ്യാരെ പറ്റിയുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുക, വേലകളി, ചെണ്ട എന്നിവ പരിശീലിപ്പിക്കുക തുടങ്ങിയവ കുഞ്ചൻ സ്മാരകത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുഞ്ചൻ സാംസ്കാരിക കേന്ദ്രം നിലകൊള്ളുന്നത്? തുള്ളലിൻ്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ടിയിട്ട്, തുള്ളലുകൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്പ്യാർ കവിതകൾ പ്രചരിപ്പിക്കാൻ, കുഞ്ചൻ നമ്പ്യാരെ പറ്റിയുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ, പിന്നെ വേലകളി, ചെണ്ട എന്നിവ പരിശീലിപ്പിക്കുക. ഓട്ടൻ തുള്ളൽ, മൃദംഗം, കർണാടക സംഗീതം, മോഹിനിയാട്ടം എന്നിവയും പഠിപ്പിക്കുന്നുണ്ട്. അവിടെ എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട്? ഓട്ടൻ തുള്ളൽ, മൃദംഗം, കർണാടക സംഗീതം, മോഹിനിയാട്ടം, ഇവയൊക്കെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. സ്മാരക ആഘോഷം എന്ന നിലയിൽ ആദ്യമായി കുഞ്ചൻ ദിനം മെയ് 5-നാണ് ആഘോഷിച്ചത്. എന്താണ് കുഞ്ചൻ ദിനം എന്നറിയപ്പെടുന്നത്? അപ്പോൾ എന്താണ്? മെയ് 5 കുഞ്ചൻ ദിനം. സ്മാരകാഘോഷം എന്ന നിലയിൽ ആദ്യമായിട്ട് ആരംഭിച്ചതാണെന്ന് കുഞ്ചൻ ദിനം മെയ് 5-ന്. കിള്ളിക്കുറിശി മംഗലത്ത് കലക്കത്ത് ഭവനമാണ് സ്മാരകം. എന്താണ്? കിള്ളിക്കുറിശി മംഗലത്ത് കലക്കത്ത് ഭവനത്തിലാണ് സ്മാരകം നിലകൊള്ളുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം നോക്കാം. ആഭിജാത്യ ഭ്രമം യാഥാർത്ഥ്യങ്ങളുടെ വിസ്മൃതിയിലേക്കും തന്മൂലം കൂടുതൽ തകർച്ചയിലേക്കും നയിക്കുന്നതിൻ്റെ ദൃഷ്ടാന്തം എന്ന് പറയാവുന്ന ബഷീർ കൃതി ഏതാണ്? പ്രേമലേഖനം, ബാല്യകാല സഖി, ഇൻഡു പൂപ്പാക്കൊരാനുണ്ടാർന്ന്, മതിലുകൾ. എന്താണ്? ആഭിജാത്യ ഭ്രമം യാഥാർത്ഥ്യങ്ങളുടെ വിസ്മൃതിയിലേക്കും തന്മൂലം കൂടുതൽ തകർച്ചയിലേക്കും നയിക്കുന്നതിൻ്റെ ദൃഷ്ടാന്തം എന്ന് പറയാവുന്ന ബഷീർ കൃതി ഏതാണ്? ഉത്തരം അറിയോ? ഉത്തരം നോക്കാം. ഇൻഡു പൂപ്പാക്കൊരു ആനുണ്ടാർന്നാണ്. എന്താണ്? ഇൻഡു പൂപ്പാക്കൊരു ആനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി ഇൻഡു പൂപ്പാക്കൊരു ആനുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു കവർ ചിത്രമാണ് ഇവിടെ കിടക്കുന്നത്. എന്താണ്? ഒരു ആന ഇവിടെ കിടക്കുന്നത്. പിന്നെ അതുപോലെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഫോട്ടോ ആണ് ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ബഷീറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് അനുബന്ധ വിവരങ്ങൾ നോക്കാം. ബേപ്പൂർ സുൽത്താൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ബേപ്പൂർ സുൽത്താൻ. വൈക്കം മുഹമ്മദ് ബഷീർ 1908 ജനുവരി 21-നാണ് ജനിച്ചത്. അപ്പോൾ എന്നായിരുന്നു മരിച്ചതെന്ന് ഓർത്ത് നോക്കിക്കേ. 1908 ജനുവരി 21-നാണ് ജനിച്ചത്. ബാല്യകാലസഖി, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്,
ഇൻറ്റുപ്പൂപ്പാക്കൊരാന ഉണ്ടായിരുന്നു, മതിലുകൾ, ജന്മദിനം, അനർഘ നിമിഷം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ കൃതികൾ. ഏതൊക്കെയാണ്? ബാല്യകാലസഖി, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, ഇൻറ്റുപ്പൂപ്പാക്കൊരാന ഉണ്ടായിരുന്നു, മതിലുകൾ, ജന്മദിനം, അനർഘ നിമിഷം. 1982 ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു. എന്നാണ് പത്മശ്രീ കിട്ടിയത്? 1982. 1933 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. എന്നാണ്? 1933. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നായിരുന്നു മരിച്ചത് എന്നുള്ളത്, ചരമദിനം ആചരിക്കുന്നത്. അത് 1995 ജൂലൈ 5-നാണ്. കുമാരനാശാൻ്റെ കവിതകളിൽ രചനാകാലം കൊണ്ട് താഴെ പറയുന്നതിൽ ആദ്യം എഴുതിയത് ഏതാണ്? നളിനിയാണോ, ലീലയാണോ, ചിന്താവിഷ്ടയായ സീതയാണോ, വീണപൂവാണോ? എന്താണ്? കുമാരനാശാൻ്റെ കവിതകളിൽ രചനാകാലം കൊണ്ട് താഴെ പറയുന്നതിൽ ആദ്യം എഴുതിയത്? ഉത്തരം വരുന്നത് വീണപൂവാണ് അല്ലേ? വീണപൂവ്. 1973 ഏപ്രിൽ 12 കായിക്കരയിൽ ജനനം. കുമാരനാശാൻ എവിടെയാണ് ജനിച്ചത്? കായിക്കരയിൽ. ഏത് വർഷം? 1873 ഏപ്രിൽ 12. എന്നാണ്? 1873 ഏപ്രിൽ 12. സ്നേഹഗായകൻ, ആശയഗംഭീരൻ. എന്താണ്? സ്നേഹഗായകൻ, ആശയഗംഭീരൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഉള്ളൂരിനും വള്ളത്തോളിനുമൊപ്പം ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നു. ഉള്ളൂരിനും വള്ളത്തോളിനുമൊപ്പം ആധുനിക കവിത്രയങ്ങൾ ഉൾപ്പെടുന്നു. ഡോക്ടർ പൽപ്പുവിൻ്റെ മാനസപുത്രൻ എന്നറിയപ്പെട്ടു. എന്താണ്? ഡോക്ടർ പൽപ്പുവിൻ്റെ മാനസപുത്രൻ. എന്താണ്? മാനസപുത്രൻ. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ കവിയാണ്. എന്താണ്? തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ കവിയാണ്. ഏതാണ് വർഷം? 1913. മഹാകാവ്യം എഴുതാതെ. എന്താണ്? മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവി എന്ന പദവി ലഭിച്ചിട്ടുണ്ട്. മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവി എന്ന പദവി ലഭിച്ചിട്ടുണ്ട്. ഇനി ഓപ്ഷനുമായി ബന്ധപ്പെട്ട് വീണപൂവിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം. എന്താണ്? മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമാണേത്? വീണപൂവ്. ഏതാ വർഷം? 1907. എന്നാണ്? 1907. കുമാരനാശാൻ വീണപൂവ് എഴുതിയ സ്ഥലം ഏതാണ്? ജൈനിമേടാണ്. എവിടെയാണ്? ജൈനിമേട്, പാലക്കാട് ജില്ലയിലാണ്. വീണപൂവ് ആദ്യമായി അച്ചടിച്ച മാസിക ഏതാണ്? മിതവാദിയാണ്. ഏതാണ്? മിതവാദി. ആദ്യമായിട്ട് മിതവാദിയിലാണ് വന്നത്. വീണപൂവ് പിന്നെ പുനർപ്രസിദ്ധീകരിച്ചതോ? ഭാഷാഭൂഷണിയിലാണ്. ഭാഷാഭൂഷണിയിൽ പ്രസിദ്ധീകരിച്ചപ്പോഴാണ് ഒന്നും കൂടിയും അതൊന്ന് ഫേമസ് ആയിട്ടുണ്ടായിരുന്നത്. ആദ്യം പ്രസിദ്ധീകരിച്ചത് മിതവാദി, പിന്നീട് ഭാഷാഭൂഷണിയിൽ. ഭാഷാഭൂഷണിയിൽ വീണപൂവ് പുനർപ്രസിദ്ധീകരിച്ചപ്പോൾ ആമുഖം എഴുതിയതാരാണ്? CS സുബ്രഹ്മണ്യം പോറ്റിയാണ്. ആരാണ്? CS സുബ്രഹ്മണ്യം പോറ്റി. മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യമായി കണക്കാക്കപ്പെടുന്നത് AR രാജരാജവർമ്മയുടെ കൃതിയാണ്. അതേതാണ്? മലയവിലാസമാണ്. നമ്മൾ ലക്ഷണമൊത്തതെന്ന് പറയുകയാണെങ്കിൽ ഏതാണ്? വീണപൂവാണ്. എന്നാൽ ആദ്യത്തേതെന്ന് പറയുകയാണെങ്കിലോ അത് മലയവിലാസമാണ്. ആദ്യ ഖണ്ഡകാവ്യം മലയവിലാസം. ആരുടെയാണ്? ARൻ്റേത്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പാശ്ചാത്യ ശബ്ദകോശങ്ങളുടെ മാതൃകയിൽ 1872 മലയാള ഭാഷയ്ക്കായി ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് സംഭാവന നൽകിയ ഗ്രന്ഥം ഏതാണ്? പാശ്ചാത്യ ശബ്ദകോശങ്ങളുടെ മാതൃകയിൽ 1872 മലയാള ഭാഷയ്ക്കായി ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് സംഭാവന നൽകിയ ഗ്രന്ഥം ഏതാണ്? ഗുണ്ടർട്ട് നിഘണ്ടു, പാഠമാല, മലയാള വ്യാകരണം, കേരള പാണിനിയം. ഏതാണ് ഉത്തരം വരുന്നത്? ഗുണ്ടർട്ട് നിഘണ്ടുവാണ്. കുട്ടികളുടെ ഉച്ചാരണ വൈകല്യത്തിന് കാരണമാകുന്ന ഘടകം ഏതാണ്? ഗൃഹഭാഷാ സ്വാധീനം, മാനക ഭാഷയോടുള്ള താല്പര്യം, മാനസികവും ശാരീരികവുമായ ദൗർബല്യം, ഭാഷാഭേദം. എന്താണ് കുട്ടികളുടെ ഉച്ചാരണ വൈകല്യത്തിന് കാരണമാകുന്നത്? എന്താ ഉത്തരം വരുന്നത്? മാനസികവും ശാരീരികവുമായ ദൗർബല്യമാണ്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ബാലസാഹിത്യ മേഖലയ്ക്ക് ഉണർവും കരുത്തും പകരുന്ന സംസ്ഥാന സർക്കാർ സ്ഥാപനം ഏതാണ്? ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, തളിര്, സാഹിത്യ അക്കാദമി. എന്താണ്? ബാലസാഹിത്യ മേഖലയ്ക്ക് ഉണർവും കരുത്തും പകരുന്ന സംസ്ഥാന സർക്കാർ സ്ഥാപനം. ഉത്തരം വരുന്നത് എന്താണ്? ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. കേരള ഗവൺമെൻറ്റിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ 1981 തിരുവനന്തപുരം സംസ്കൃത കോളേജ് ക്യാമ്പസിലാണ്
ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനം ആരംഭിച്ചത്? എവിടെയാണ്? തിരുവനന്തപുരത്ത്. ഏത് വർഷം? 1981. സംസ്കൃത കോളേജ് ക്യാമ്പസിലാണ്. ബാലസാഹിത്യ കൃതികളുടെയും ബാലമാസികകളിലൂടെയും അവധിക്കാല ക്യാമ്പുകളിലൂടെയും കുട്ടികളുടെ കഴിവ് വികസിപ്പിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. എന്തൊക്കെയാണ്? ബാലസാഹിത്യ കൃതികളിലൂടെയും ബാലമാസികകളിലൂടെയും അവധിക്കാല ക്യാമ്പുകളിലൂടെയും കുട്ടികളുടെ കഴിവുകൾ വികസിപ്പിക്കുക, അതാണ് പ്രധാന ലക്ഷ്യം. 1995 എന്നാണ് 1995 മുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികൾക്കായി തളിര് എന്ന ബാലമാസിക പ്രസിദ്ധീകരണം ആരംഭിച്ചു. ഏതാണ് മാസിക? തളിര്. ഏതാണ് വർഷം? 1995. ഇനി 7ാമത്തെ ചോദ്യം നോക്കുക. കരകവിയുക. എന്താണ് കരകവിയുക എന്ന ശൈലിക്ക് യോജിക്കുന്ന അർത്ഥം ഏതാണ്? കരകവിയുക എന്ന ശൈലിക്ക് യോജിക്കുന്ന അർത്ഥം വർദ്ധിക്കുക, വിനാശം സൃഷ്ടിക്കുക, കളഞ്ഞുകുളിക്കുക, സന്തോഷിക്കുക. എന്താണ് വരുന്നത്? വർദ്ധിക്കുകയാണ്. കരകവിഞ്ഞൊഴുകുക എന്നതിന് വർദ്ധിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. ഇനി കുറച്ച് ശൈലികൾ നോക്കുകയാണെങ്കിൽ കുംഭകോണം. എന്താണ് കുംഭകോണം എന്ന് പറഞ്ഞാൽ? എന്താണ്? അഴിമതി അല്ലെങ്കിൽ വൻ തട്ടിപ്പാണ്. കുംഭകോണം എന്ന് പറഞ്ഞാൽ അഴിമതി അല്ലെങ്കിൽ വൻ തട്ടിപ്പ്. അസുരവിത്ത്. എന്താണ്? അസുരവിത്ത് ദുഷ്ടസന്തതി. അസുരവിത്ത് ദുഷ്ടസന്തതി. ഇടിത്തി. എന്താണ്? ഇടിത്തി വീഴുക എന്ന് പറഞ്ഞാൽ കഠിന ഭയമാണ് ഇടിത്തി. അക്കൈ നോക്കുക. എന്താണ്? അക്കൈ നോക്കുക എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കുക. കണ്ണിൽ പൊടിയിടുക. എന്താണ്? കബളിപ്പിക്കുക. കണ്ണിൽ പൊടിയിടുക കബളിപ്പിക്കുകയാണ്. കേളി കൊട്ടുക. എന്താണ്? കേളി കൊട്ടുക പരസ്യപ്പെടുത്തുക. എല്ലാവരും കേളി കൊട്ടി അറിയിച്ചോന്ന് പറയല്ലേ? എന്താണ്? രഹസ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരസ്യമാക്കുന്നത്. കരതലമലകം. എന്താണ്? കരതലമലകം. എന്താണ്? വളരെ വ്യക്തമായത്. ഏട്ടിലെ പശു പ്രയോജനശൂന്യം. എന്താണ്? ഏട്ടിലെ പശു പ്രയോജനശൂന്യമാണ്. കറവ പശു ആണെങ്കിലോ ലാഭകരമായ വസ്തുവാണ്. എന്താണ്? ലാഭകരമായ വസ്തു. രാഹുകാലം അമംഗളവേളയാണ്. എന്താണ്? അമംഗളവേള. അക്ഷയപാത്രം. എന്താണ്? വിഭവങ്ങൾ ഒടുങ്ങാത്തതാണ്. അക്ഷയപാത്രം വിഭവങ്ങൾ ഒടുങ്ങാത്തത്. കണ്ണുകടി. എന്താണ്? അവനൊട്ടും കണ്ണുകടിയില്ല. എന്താണ്? അസൂയയാണ്. രാജയോഗം. എന്താണ്? മഹാഭാഗ്യാണ്. രാജയോഗത്തിലാണ് പിറവി എന്നൊക്കെ പറയില്ലേ? എന്താണ്? രാജയോഗം മഹാഭാഗ്യമാണ്. ഹരിശ്ചന്ദ്രൻ. എന്താണ്? ഹരിശ്ചന്ദ്രൻ സത്യവാനാണ്. സത്യവാൻ. കുളം കോരുക. എന്താണ്? കുളം കോരുക നശിപ്പിക്കുകയാണ്. എന്താണ്? നശിപ്പിക്കുക. സിംഹാവലോകനം. എന്താണ്? സിംഹാവലോകനം ആകെ കൂടി നോക്കുക. എന്താണ്? ആകെ കൂടി നോക്കുക. ഗ്രഹപ്പിഴ. എന്താണ്? കാലദോഷം. എൻ്റെ ഗൃഹപ്പിഴക്ക് അത് പറഞ്ഞുപോയി. എന്താണ്? കാലദോഷം. ഗൃഹപ്പിഴ കാലദോഷം. കൊള്ളിവാക്ക്. എന്താണ്? കുത്തുവാക്കാണ്. എന്താണ്? കൊള്ളിവാക്ക് കുത്തുവാക്ക്. ചരടു പിടിക്കുക. എന്താണ്? നിയന്ത്രിക്കുക. ചരടു പിടിക്കുക നിയന്ത്രിക്കുക. പട്ടൊക്കെ നമ്മൾ നിയന്ത്രിക്കല്ലേ? അത് ചരട് പിടിച്ചിട്ടല്ലേ? ചരടു പിടിക്കുക നിയന്ത്രിക്കുക. ഇരുതലമൂരി. എന്താണ്? ഏഷണിക്കാരൻ. 2 തലേന്നും അവിടുന്ന് ഇവിടുന്നും കുറ്റം പറയാം. അതാണ് ഇരുതലമൂരി ഏഷണിക്കാരനാണ്. ആദരാനുകമ്പ വാക്കിൽ മാത്രം അനുകമ്പ. എന്താണ്? ആദരാനുകമ്പ വാക്കിൽ മാത്രം അനുകമ്പ. അരക്കൈ നോക്കുക പരീക്ഷിക്കുക. തണ്ടുതപ്പി. എന്താണ്? തണ്ടുതപ്പി വഷളനാണ്. തണ്ടുതപ്പി വഷളൻ. ആറാട്ടുകൊമ്പൻ. എന്താണ്? വലിയ പ്രതാപമുള്ളവൻ. ആനേനൊക്കെ നമ്മൾ പറയാറില്ലേ ആറാട്ടുകൊമ്പൻ? അപ്പം വലിയ പ്രതാപമുള്ളവനാണ്. തൊലിയുരിച്ച ഓന്ത്. എന്താണ്? തൊലിയുരിച്ച ഓന്ത് വല്ലാത്ത സ്ഥിതിയിൽപ്പെട്ടവൻ. എന്താണ്? വല്ലാത്ത സ്ഥിതിയിൽപ്പെട്ടവൻ. കര പിടിക്കുക. എന്താണ്? കര പിടിക്കുക രക്ഷ പ്രാപിക്കുക. നമ്മൾ കടലൊക്കെ നീന്തി കടന്ന് ഒരു ഗൾഫിലൊക്കെ എത്തുമ്പോൾ പറയില്ലേ? കര പിടിക്കുക രക്ഷ പ്രാപിക്കുക. മൊന്തൻ പഴം. എന്താണ്? കൊള്ളാത്തവനാണ്. കോടാലി ഉപദ്രവകാരിയാണ്. അളമുട്ടുക. എന്താണ്? ഒരു ഗത്യന്തരമില്ലാതാവുക. അളമുട്ടിയാൽ ചേരയും കടിക്കുന്നു പറയില്ലേ? അളമുട്ടുക ഗത്യന്തരമില്ലാതാവുക. നട്ടെല്ലു വളയുക. എന്താണ്? നട്ടെല്ലു വളയുക കീഴടങ്ങുകയാണ്. എന്താണ്? കീഴടങ്ങുക. കുടത്തിലെ വിളക്ക്. എന്താണ്? കുടത്തിലെ വിളക്ക് പുറത്തറിയാത്ത യോഗ്യതയാണ്. നാന്ദി കുറിക്കുക. എന്താണ്? ആരംഭിക്കുകയാണ്. നാന്ദി കുറിക്കുക ആരംഭിക്കുകയാണ്. 60-ാം കാലം വാർദ്ധക്യമാണ്. 60-ാം കാലം എന്ന് പറഞ്ഞാൽ വാർദ്ധക്യമാണ്. കെട്ടും മട്ടും. എന്താണ്? രൂപവും ഭാവവുമാണ്. കൂനിന്മേൽ കുരു. എന്താണ്? ദുഃഖത്തിനുമേൽ ദുഃഖം. കൂനിന്മേൽ കുരു ദുഃഖത്തിനുമേൽ ദുഃഖമാണ്. ഇനി 8ാമത്തെ ചോദ്യം. മിടുക്കൻ എന്ന പദം ഏത് ബഹുവചന വിഭാഗത്തിൽ മിടുക്കൻ എന്ന പദം ഏത് ബഹുവചന വിഭാഗത്തിൽ പെടുന്നു? ദ്വിവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം, സലിംഗ ബഹുവചനം. ഏതിലാണ് പെടുന്നത്?
മിടുക്കൻ എന്ന പദം അലിംഗ ബഹുവചനത്തിലാണ്. എന്താണ് അലിംഗ ബഹുവചനം? നാമം ഒന്നിനെയാണോ അതിൽ അധികത്തെയാണോ കുറിക്കുന്നത് എന്ന് കാണിക്കുന്ന നാമപദത്തിൽ വരുത്തുന്ന രൂപമാറ്റമാണ് വചനം. നാമം ഒന്നിനെയാണോ ഒന്നിലധികത്തെയാണോ കുറിക്കുന്നത് എന്ന് കാണിക്കുന്ന നാമപദത്തിൽ വരുത്തുന്ന രൂപമാറ്റമാണ് വചനം. ഒന്നിനെ കുറിക്കുന്നത് ഏകവചനവും ഒന്നിലധികമുള്ളതിനെ കുറിക്കുന്നത് ബഹുവചനവുമാണ്. അപ്പോൾ ഏകവചനം എന്താണ്? ശബ്ദത്തിൻ്റെ രൂപം ഒന്നിനെയാണ് കുറിക്കുന്നതിൽ അത് ഏകവചനം. ദേവൻ, കുട്ടി, രാമൻ, സീത ഇതൊക്കെ എന്താണ്? ഏകവചനമാണ്. ഇനി ബഹുവചനമാണെങ്കിലോ ഒന്നിലധികമുണ്ടെന്ന് കാണിക്കുന്നതിന് ഏകവചന രൂപങ്ങളോട് അർ, മാർ, കൾ എന്താണ്? അർ, മാർ, കൾ എന്താണ്? അർ, മാർ, കൾ എന്നീ പ്രത്യയങ്ങൾ ചേർത്താൽ ബഹുവചന രൂപം കിട്ടും. എന്താണ്? അവൻ, ദേവന്മാർ, കുട്ടികൾ അതൊക്കെ എന്താണ്? ബഹുവചനമാണ്. ഇനി സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് ബഹുവചനത്തെ. എന്താണ്? സലിംഗം, അലിംഗം, പൂജകം. ഇനി സലിംഗ ബഹുവചനം എന്താണ്? ലിംഗത്തോടു കൂടിയ ബഹുവചനം. പുരുഷൻ, സ്ത്രീ, നപുംസകം ഇവയിൽ ഏതിൻ്റെങ്കിലും ഒന്നിൻ്റെ ബഹുത്വത്തെ കാണിക്കാൻ. പിന്നെ മാർ, കൾ എന്നിവയാണ് ഇതിൻ്റെ പ്രത്യേകം. സലിംഗ ബഹുവചനത്തെ പുല്ലിംഗ ബഹുവചനം, സ്ത്രീലിംഗ ബഹുവചനം, നപുംസകലിംഗ ബഹുവചനം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കാം. അതിന് ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഇനി പുല്ലിംഗ ബഹുവചനം എന്താണ് അതിൽ വരുന്നത്? പുല്ലിംഗ ശബ്ദത്തോട് മാർ, കൾ എന്നീ പ്രത്യയങ്ങൾ ചേർക്കുമ്പോൾ, അതായത് പൂജാരി, പൂജാരിമാർ, ബാലൻ, ബാലന്മാർ, കാള, കാളകൾ എന്നിവ ഒക്കെ പുരുഷ പ്രത്യയങ്ങളാണ്. കാള എന്നൊക്കെ പറഞ്ഞാൽ പുരുഷ വിഭാഗമാണ്. ബാലൻ എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാണ്. പൂജാരി എന്ന് പറഞ്ഞാൽ പുരുഷനായിരിക്കും. അപ്പോൾ പുല്ലിംഗ ശബ്ദത്തോട് മാർ, കൾ എന്നീ പ്രത്യയങ്ങൾ ചേർക്കുമ്പോൾ കിട്ടുന്നതാണ്. ഇനി സ്ത്രീലിംഗ ബഹുവചനമാണെങ്കിലോ സ്ത്രീലിംഗ ശബ്ദത്തോട് മാർ, കൾ എന്താണ്? മാർ, കള്ളാണ്. ഇവിടെ ഏതാണ്? മാർ, കള്ള് തന്നെയാണ്. സ്ത്രീ, സ്ത്രീകൾ, ആയ, ആയമാർ, പെൺകുട്ടി, പെൺകുട്ടികൾ ആ രീതിയിൽ. ഇനി നപുംസക ലിംഗത്തോട് ബഹുവചനം ചേർക്കുന്നത് എങ്ങനെയാണ്? നപുംസക ലിംഗത്തോട് കൾ എന്ന പ്രത്യയം ചേർക്കുമ്പോഴാണ്. കലം പ്ലസ് കൾ, കലങ്ങൾ. ഇല പ്ലസ് കൾ, ഇലകൾ. അതിനൊക്കെ നമുക്ക് എന്താണ് പറയുന്നത്? ലിംഗം നിർണ്ണയിക്കാൻ പറ്റില്ല. കലത്തിൻ്റെ ലിംഗം ഏതാണ് അല്ലെങ്കിൽ ഇലയുടെ ലിംഗം ഏതാണ് നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല. ഇനി അലിംഗ ബഹുവചനം നോക്കുകയാണെങ്കിലോ പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതും സ്ത്രീ പുരുഷന്മാർ ചേർന്നുള്ള കൂട്ടത്തെ കാണിക്കുന്നതുമായ വചനം. അതിന് ഉഭയലിംഗം എന്നു പേരുണ്ട്. എന്താണ്? പുല്ലിംഗമാണോ അല്ലെങ്കിൽ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതും സ്ത്രീ പുരുഷന്മാർ ചേർന്നുള്ള കൂട്ടത്തെ കാണിക്കുന്നതുമായ വചനം. ഇതിന് ഉഭയലിംഗ ബഹുവചനം എന്നും പേരുണ്ട്. അർ, കൾ എന്നിവയാണ് ഇതിൻ്റെ പ്രത്യയങ്ങൾ. മടിയർ, മടിയർ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീയും പെടാം പുരുഷനും പെടാം. മടിയർ. സേവകർ എന്താണ്? സേവികയും പെടാം സേവകനും പെടാം. ജനങ്ങൾ അതിലെന്താണ്? പുരുഷനും പെടാം സ്ത്രീയും പെടാം. ജനങ്ങൾ. വിദ്യാർത്ഥികൾ പെൺകുട്ടികളും ഉണ്ടാവാം ആൺകുട്ടികളും ഉണ്ടാവാം. അപ്പം അലിംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് പറയാൻ പറ്റൂല. എന്നാൽ പുരുഷനും സ്ത്രീയും കൂടിയതാണ്. ഈ പൂജക ബഹുവചനമാണെങ്കിൽ അർത്ഥം കൊണ്ട് ഏകവചനമാണെങ്കിലും ബഹുമാനാർത്ഥം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ബഹുവചന രൂപങ്ങളാണ് പൂജക ബഹുവചനങ്ങൾ. ഇത് ഏറ്റവും കൂടുതൽ പൂജക ബഹുവചനമാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ കണ്ടിട്ടുള്ളത് പൂജക ബഹുവചനമാണ്. അതിൻ്റെ പ്രത്യേകത ഏതാണ്? ആറ്, ആർ, കൾ ഇതിൻ്റെ പ്രത്യേകങ്ങൾ. ശാല്യർ, സ്വാമികൾ. സ്വാമികൾ എന്നൊക്കെ പറയുമ്പോൾ ഒരാളാണ്. ചാക്യാർ, താന്ത്രികൾ, തട്ടാർ, മാരാർ ഇതൊക്കെ ബഹുമാനം കൊടുക്കാൻ വേണ്ടിയിട്ട് സൂചിപ്പിക്കുന്ന ഒരു ബഹുവചന പ്രത്യയങ്ങളാണ് കൊടുക്കുന്നത്. തിരുവടികൾ, താങ്കൾ, ആചാര്യർ, തീർത്ഥപാദർ, ശാസ്ത്രികൾ ഇതൊക്കെ പൂജക ബഹുവചനമാണ്. അപ്പം എന്താണ് സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ? സലിംഗം എന്ന് പറഞ്ഞാൽ ലിംഗത്തോടു കൂടിയ ബഹുവചനം. അതിൽ മാറി, കൾ എന്നീ പ്രത്യയങ്ങൾ ചേർക്കും. അതിൽ തന്നെ 3 വിഭാഗമുണ്ട്: പുല്ലിംഗം, സ്ത്രീലിംഗം എന്ന്. പുല്ലിംഗമാണെങ്കിൽ എന്താണ്? മാറി, കള്ളാണ്. പൂജാരിമാർ, ബാലൻ, ബാലന്മാർ, കാള, കാളകൾ ആ ഒരു രീതിയിൽ. സ്ത്രീലിംഗമാണെങ്കിലോ സ്ത്രീ, സ്ത്രീകൾ, ആയ, ആഴമാർ ആ ഒരു രീതിയിൽ. ഇനി നപുംസകമാണെങ്കിലോ കലങ്ങൾ, ഇലകൾ, നാടുകൾ, മരങ്ങൾ ആ രീതിയിൽ. ഇനി അലിംഗമാണെങ്കിൽ എന്താ പറഞ്ഞത്? മടിയർ, സേവകർ, ജനങ്ങൾ, വിദ്യാർത്ഥികൾ. അതിൽ പുല്ലിംഗവും സ്ത്രീലിംഗവും ഉണ്ടാവും. പക്ഷേ ഇന്നതാണെന്ന് നമുക്ക് എടുത്തു പറയാൻ കിട്ടൂല. തടിച്ചി എന്ന് പറയുമ്പോൾ എന്താണ്? സ്ത്രീയാണെന്ന് മനസ്സിലാക്കാം. മടിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ആണാണെന്ന് മനസ്സിലാക്കാം അല്ലേ? മടിയർ എന്നാവുമ്പോഴാണ് എന്ത് മനസ്സിലാക്കാൻ പറ്റാത്തത്? അത് അലിംഗമാണെന്ന്. അപ്പോൾ അലിംഗം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പറഞ്ഞ് കൺഫ്യൂഷനായോ? സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന്
നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല. മിടുക്കർ, എന്താണ് മിടുക്കർ, അതിൽ പെൺകുട്ടികളും പെടാം ആൺകുട്ടികളും പെടുക്കാം. മിടുക്കിയും പെടാം മിടുക്കനും പെടാം. അതുപോലെ സ്ത്രീയെയും പുരുഷനെയും ചേർത്ത് പറയുന്നതാണ് എന്ത് പറഞ്ഞത്, അലിംഗ ബഹുവചനം. ഇനി പൂജക ബഹുവചനമാണെങ്കിലോ ആർകൾ, എന്താണ് ഇത് നമുക്ക് ഒരാൾക്ക് ബഹുമാനം തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അതിവിനയം ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്താണ് ചാക്യാർ, താന്ത്രികൾ, തട്ടാർ, മാരാർ, തിരുവടികൾ. ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കട്ടോ, ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. ഇനി ഭിത്തിക എന്ന ചിഹ്നം എന്തിനുപയോഗിക്കുന്നു? ഭിത്തിക എന്ന ചിഹ്നം എന്തിനാണ് ഉപയോഗിക്കുന്നത്? സംക്ഷേപിച്ച് പറയുന്നതിന്, മറ്റാരുടെയെങ്കിലും സംഭാഷണ ശകലം എടുത്തെഴുതുന്നതിന്, പദത്തെ മുറിച്ച് 2 വരികളായി എഴുതുന്നതിന്, സമപ്രധാനമായ 2 വാക്യങ്ങൾക്കിടയിൽ ചേർക്കുന്നതിന്. ഭിത്തിക, എന്താണ് ഭിത്തിക എന്ന ചിഹ്നം എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് സമപ്രധാനമായ 2 വാക്യങ്ങൾക്കിടയിൽ ചേർക്കുന്നതാണ്. അപ്പോൾ ഈ അർത്ഥഗ്രഹണത്തിനും ആശയവ്യക്തതയ്ക്കുമായി അടയാളങ്ങൾ ഉപയോഗിക്കുന്നു. ഇതിനെ ചിഹ്നങ്ങൾ എന്ന് പറയുന്നു. എന്താണ്? അർത്ഥഗ്രഹണത്തിനും ആശയവ്യക്തതയ്ക്കുമായി അടയാളങ്ങൾ ഉപയോഗിക്കുന്നു. ഇതിനെ ചിഹ്നങ്ങൾ എന്ന് പറയുന്നു. ചിഹ്നത്തിന് സ്ഥാനഭേദം വന്നാൽ അർത്ഥത്തിന് വൈരുദ്ധ്യം സംഭവിക്കും. ഇപ്പോൾ ഒരു കോമ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ടാൽ മാറ്റം വരും. ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണ്ടാത്ത സ്ഥലത്ത് ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ മാറ്റം വരും. അപ്പോൾ എന്താണ്? ചിഹ്നം ഉപയോഗിക്കാത്ത സ്ഥലത്ത് അതിന് വന്നാൽ അർത്ഥവൈരുദ്ധ്യം സംഭവിക്കും. 1911 AR രാജരാജവർമ്മ രചിച്ച സാഹിത്യസാഹ്യം, എന്താണ് സാഹിത്യസാഹ്യം എന്ന കൃതിയിലാണ് ചിഹ്നങ്ങളെക്കുറിച്ചുള്ളത് വെളിവാക്കിയിട്ടുള്ളത്. ഇനി ചിഹ്നം നോക്കാം. പൂർണ്ണവിരാമം, പൂർണ്ണവിരാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ സ്റ്റോപ്പാണ്. എന്താണ് പൂർണ്ണവിരാമം? ഫുൾ സ്റ്റോപ്പ്. ഇനി ഭിത്തിക അല്ലെങ്കിൽ അപൂർണ വിരാമം എന്ന് പറഞ്ഞാൽ എന്താണ്? കോളനാണ്, 2 കുത്തിടൂലേ? ഭിത്തിക അപൂർണ വിരാമം, അതാണ്. ഇനി അർദ്ധവിരാമം രോദിനി, എന്താണ്? സെമി കോളനാണ്. എന്താണ്? സെമി കോളൻ, ഒരു കുത്തും കോമയിടുന്നതാണ് അർദ്ധവിരാമം. രോദിനി, അർദ്ധവിരാമം രോദിനി എന്താണ്? സെമി കോളനാണ്, കുത്തും കോമയിടുന്നത്. ഇനി അല്പവിരാമം അങ്കുശം, സാധാ നമ്മളുടെ കോമല്ലേ? മടിയൻ, തടിച്ചി, മിടുക്കർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മരങ്ങൾ, കാടുകൾ, കുന്നുകൾ അങ്ങനെയൊക്കെ കോമട്ട് പറയില്ലേ? അതാണ് അല്പവിരാമം അല്ലെങ്കിൽ അങ്കുശം, കോമ. ചോദ്യചിഹ്നം, അതിന് പറയുന്ന പേരാണ് കാഗു. എന്താണ് കാഗു? നല്ലൊരു പേരല്ലേ കാഗു. ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്താണ്? ചോദ്യചിഹ്നം കാഗു, ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇനി വിക്ഷേപിണി, സ്തോഭചിഹ്നം, ആശ്ചര്യചിഹ്നം, വ്യാക്ഷേപക ചിഹ്നം, എക്സ്ക്ലമേഷൻ മാർക്കാണ്. എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഹാ, അത്ഭുതമൊക്കെ പറയില്ലോ, അങ്ങനെയൊക്കെ ചോദിക്കൂലേ? അതിൻ്റെ കൂടെയൊക്കെയാണ് എന്തുപയോഗിക്കുന്നത്? വ്യാക്ഷേപിണി അല്ലെങ്കിൽ ആശ്ചര്യചിഹ്നം, വ്യാക്ഷേപക ചിഹ്നം എന്നുള്ളത്. ഇനി ഉദ്ധരണി, അത് കൊട്ടേഷൻ മാർക്കാണ്. എന്താണ്? ഇപ്പോൾ മഹത്വചനങ്ങളൊക്കെ പറയുമ്പോൾ ഗാന്ധിജിയുടെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം, അത് ഈ 2 കോട്ടിനുള്ളിലല്ല ഇടുക. പിന്നെ വലയം, ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം, അപ്പോൾ നമ്മൾ ആ ബ്രാക്കറ്റിലിടും വലയം അല്ലെങ്കിൽ ആവരണം, അത് ബ്രാക്കറ്റാണ്. ഇനി ഗോഷ്ടം അഥവാ സ്ക്വയർ ബ്രാക്കറ്റ്, പിന്നെ ശൃംഖല ഐഫണ്, പിന്നെ ഗോഷ്ടം എന്ന് പറയും സ്ക്വയർ ബ്രാക്കറ്റ്. അത് നമ്മൾ അങ്ങനെ മലയാളത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കില്ല, എപ്പോഴെങ്കിലുമൊക്കെ അപൂർവമായിട്ടേ ഉപയോഗിക്കാറുള്ളൂ. ഇനി ശൃംഖല ആണെങ്കിൽ ഐഫണ്. ഇപ്പോൾ മരം എന്ന് പറഞ്ഞു, മരം എന്താണ് നിതാൻ? മരം എന്ന് പറഞ്ഞാൽ മണ്ണിൽ വേരൂന്നി നിൽക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശൃംഖല ഇടും, ഐഫൺ ഇടും. ഇനി കർണരേഖ ചെരിവ് വര അഥവാ സ്ലാഷ്, എന്താണ്? കർണരേഖ ചെരിവ് വര. ഇപ്പോൾ രാമൻ അല്ലെങ്കിൽ സീത, ഇവർ രണ്ടിൽ ഇപ്പോൾ അങ്ങനെ ഓരോന്ന് ഓറിട്ട് ചെയ്തൂലേ, അതിന് പകരമാണ്. പിന്നെ മീതൽ അല്ലെങ്കിൽ ചന്ദ്രക്കല, എന്താണ്? മീതൽ അല്ലെങ്കിൽ ചന്ദ്രക്കലയാണ് അടുത്തത് വരുന്നത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, നല്ല ഭാഷാ ക്ലാസ് അധ്യാപികയുടെ നല്ല ഭാഷാ ക്ലാസ് അധ്യാപികയുടെ സവിശേഷതകൾക്ക് യോജിക്കാത്തത് ഏതാണ്? കുട്ടികൾ തയ്യാറാക്കിയത് മെച്ചപ്പെടുത്താൻ മാർഗനിർദ്ദേശം നൽകൽ, കുട്ടികളുമായി നന്നായി ഇടപെടൽ, അഭിനയം, ചിത്രം വര, ആലാപനം എന്നിവയുള്ള കഴിവ്, ക്ലാസ് മുറിയിൽ കർശന അച്ചടക്കം ഉറപ്പാക്കൽ. എന്താണ്? നല്ല ഭാഷാ ക്ലാസ് അധ്യാപികയുടെ സവിശേഷതകളിൽ യോജിക്കാത്തത് ഏതാണ്? ഉത്തരം എന്താ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ക്ലാസ് മുറിയിൽ കർശന അച്ചടക്കം ഉറപ്പാക്കലാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യം മനസ്സിലാവാത്തതുണ്ടെങ്കിൽ, ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും അറിയിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അറിയിക്കണം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അറിയിക്കണം. നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റ് മനസ്സിലാകാത്തുണ്ടെങ്കിൽ അതെന്തായാലും പറഞ്ഞു തരണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.